അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ടൊന്ന് പോകുന്നത് റീഡിങ്ങിലൂടെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കറൻ്റ്ലി അവർക്ക് ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം അവരുടെ തോട്ട്സിൽ മൊത്തം നിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല എന്താ പറയുക സങ്കടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളായിരുന്നു അവരുടെ വേൾഡ് എന്ന് പറയുന്നതിൽ. നിങ്ങളായിരുന്നു അവർക്ക് എല്ലാ തരത്തിലുള്ളൊരു സപ്പോർട്ടും കെയറും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നല്ലതേ വന്നിട്ടുള്ളൂ എന്നാണ് അവരിപ്പോൾ കരുതുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല മോശാവസ്ഥയിലാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല ഹാപ്പി ആയിരുന്നു. അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളടുത്ത് വന്ന് പറയായിരുന്നു. ഇപ്പോൾ ഒരാളും അവർക്ക് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് ഇല്ല. നമുക്ക് എത്രയൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമുക്ക് അപ്പുറത്ത് ഒരാൾ ഷെയർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെ ഒരാളായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ട്. നമ്മൾ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ചിലപ്പോൾ അവരോട് എല്ലാവരുടെ അടുത്തും പോയി പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമൊന്നും കിട്ടില്ലായിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു ആ വ്യക്തിക്ക് തന്നിരുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാലേ ആ ഒരു സന്തോഷം കിട്ടുന്നുള്ളൂ. നിങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ വേൾഡ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്തേക്ക് അവിടെ നന്നായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പോൾ വന്ന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാണ് നിങ്ങൾക്ക് വേണ്ടപ്പോൾ അവർ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടപ്പോൾ ഒക്കെ അവർ വന്ന് സംസാരിച്ചിരുന്നു, പിന്നെ പോകുമായിരുന്നു. പിന്നെ അവർക്ക് ഇത്തിരി ദേഷ്യം വരുമ്പോഴേക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊക്കെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ ബ്ലോക്ക് ചെയ്ത് പോകാം. പിന്നെ അവരൊരു മെൻറ്റാലിറ്റി ശരിയാവുമ്പോൾ എന്ന് തോന്നുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ തിരിച്ച് വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൻ്റെ എന്താ പറയുക ഇതിൽ ഒരു ഒരു എന്താ പറയുക ഒരാൾ ഉയർന്ന് ഒരാൾ ഉയർച്ചയിലും ഒരാൾ താഴ്ചയിലും അങ്ങനെ നിൽക്കണ ഒരു ടൈപ്പ് ഓഫ് ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തെറ്റായിരുന്നു ചെയ്തതെന്നുള്ളത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എന്താ പറയുക ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് വന്നതായിരിക്കും എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി വളരെ ദുഃഖത്തിലാണെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നല്ല ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് നല്ലൊരു സമയമായിരുന്നു അവർക്ക്. പക്ഷെ നിങ്ങൾ പോയതിന് ശേഷം ഒട്ടും അവർക്കൊരു നല്ല സമയങ്ങളൊക്കെ അവരിൽ നിന്നും അകന്നു പോയതായിട്ട് അവരിപ്പോൾ തോട്ട് ചെയ്യായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വ്യക്തി തന്നെയാണ് അവർക്ക് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു എന്താ പറയുക നല്ല നല്ല കാർഡ്സാണ് ഇന്ന് ഒട്ടുമിക്കതും വന്നിട്ടുള്ളത്. മിക്കവാറും അവർ തന്നെ അവർക്ക് റെക്കഗ്നിഷൻ ഉണ്ടാവുന്നുണ്ട്. റെക്കഗ്നിഷൻ മീൻസ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ കുറേയൊക്കെ അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ എന്താ പറയുക അവരുടെ ഒരു സ്വഭാവത്തിൽ നിങ്ങളെപ്പോലെ അവരെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളെപ്പോലെ വേറെ ആരും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക ഒരു അടി കിട്ടിയിട്ടുണ്ടായിരിക്കണം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം എന്താ അവർക്കാട് വന്നിട്ടുണ്ടല്ലോ. അതിൽ അവർക്ക് കുറേയൊക്കെ അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് തന്നെ അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഈ ഒരു ദേഷ്യത്തിനും വാശിക്കും കൂടെ നിന്നിരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യം വാശിയെന്നല്ല, പക്ഷെ ഇടയ്ക്കെങ്കിലും ദേഷ്യവും ടെൻഷനൊക്കെ വരുമ്പോൾ അത് നിങ്ങളുടെ മേൽ കാണിക്കുമായിരുന്നു. അത് നിങ്ങൾ സഹിച്ചും പുറത്തൊക്കെ നിന്നിരുന്നു. പക്ഷെ വേറെ ആരും അതിന് കൂട്ട് നിൽക്കുന്നുണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഒരു ദേഷ്യത്തിന് പാത്രമാവാൻ അല്ലെങ്കിൽ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മെക്കെട്ടല്ല അത് കയറേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ദുഃഖത്തിലാണ്. ഒറ്റപ്പെട്ടൊരു അവസ്ഥ എന്ന് പറയില്ലേ, അവർ ടോട്ടലി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിട്ടാണ് അവർക്ക് സ്വയം ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ വ്യക്തി തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് മനസ്സിലായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഇരുട്ടിൽ തപ്പണ പോലെയാണ് ഇപ്പോൾ ആൾക്ക് തോന്നുന്നത്. എന്നാലും ഇത് വിധിക്കപ്പെട്ടതാണെങ്കിൽ കൂടിച്ചേരട്ടെ, നിയോഗമുണ്ടെങ്കിൽ ഒന്നാവട്ടെ എന്ന് തന്നെയാണ് ആൾ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പരസ്പരം ഹീലാകുന്ന ഹീൽ മീൻസ് പരസ്പരം ഒരു ഒരു ഹീലാകുന്ന ഒരു ബന്ധമായിട്ടാണ് ഇതിനെ ആൾ കാണുന്നത്. നല്ലൊരു പെർഫെക്റ്റ് പാർട്ട്ണർ, അതായത് നിങ്ങൾ പാർട്ട്ണർ എന്ന നിലയ്ക്ക് അവരെ സപ്പോർട്ടുമായിട്ട് നിന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളിലൊക്കെ.
ആ അത്തരത്തിലുള്ള സപ്പോർട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ കുറേ പേർക്കൊക്കെ മുമ്പ് പ്രണയബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവിടെ നിന്ന് കുറേ ചീറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയതായിരിക്കാം. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ അവരിൽ നിന്നും വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കുറേ പേർക്ക് ഇവിടെ നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, നെഗറ്റീവ് എനർജി എന്ന് പറയാനായിട്ട്. പിന്നെ ഭയങ്കരമായിട്ടൊരു ഡിപ്പെൻഡൻസി കാണുന്നുണ്ട്. അത് നിങ്ങൾക്കായിരിക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അവരെ വേണം എന്നുള്ളൊരു ഇതിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ചാൻസ് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ, അതിൽ നിങ്ങൾക്കായിരിക്കാം അവർക്കായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ളൊരു എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ന്യൂ പ്ലാൻ തരും. അതിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു സാഹചര്യം വരും. പക്ഷെ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങളത് ഫെയിലായി എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡിഫിക്കൽട്ടീസ് ആയിരിക്കും അവിടെ ഒന്നു ചേരാനായിട്ട്. ഓക്കെ, കാരണം ഏസ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ, ഇൻ്റലക്ച്വലായിട്ട് നിങ്ങളത് എബിലിറ്റിയോട് കൂടിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോഴും എന്താ പറയുക, എവിടെയും ചോയ്സ് ആയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വരും, അല്ലെങ്കിൽ വരുമെന്നല്ല, ഈ ഒരു ബന്ധത്തിനൊരു റീയൂണിയൻ ഉണ്ടാവുന്നത് തന്നെയാണ് അവരും വിചാരിക്കുന്നത്, നിങ്ങളും വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നമുക്കിനി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട്. തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇത്തിരി ഡിഫിക്കൽട്ടീസ് നിറഞ്ഞ കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കാം. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നമ്പേഴ്സായിട്ട് വരുന്നത് 21 ഉണ്ട്, 18 ഉണ്ട്, 6 ഉണ്ട്, ആൻഡ് 4 ഉണ്ട്, 8 പറയാം, ആൻഡ് 15 പറയാം, 16. ഇത്തരത്തിലുള്ള നമ്പേഴ്സൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെയോ നിങ്ങളുടെയോ ബർത്ത്ഡേ, അല്ലെങ്കിൽ വിവാഹ വാർഷികം, ലക്കി നമ്പേഴ്സ്, അവരെ കണ്ടുമുട്ടിയ ദിവസം, എന്തുമാവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നമ്പേഴ്സൊക്കെ ഉണ്ട്. അവരെന്തായാലും നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ്, നിങ്ങളായിരുന്നു അവരെ സ്ട്രെങ്ത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളൊരു സ്പെഷ്യൽ വണ്ണാണ്. കാരണം അവർ മറക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ളൊരു വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും അവർക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സോൾ ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. കണക്ഷൻ അവിടെ ഉണ്ട്. അവർ പുറമേ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിഷമിക്കുന്നുണ്ട് അവർ നന്നായിട്ട് തന്നെ. ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഒക്കെ വായിച്ചു നോക്കുന്നുണ്ട്. മുൻപ് നല്ല രീതിയിൽ ഇരുന്നപ്പോൾ മുതലുള്ളൊരു മെസ്സേജുകൾ വായിച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അഡിക്ഷൻ പോലെയാണ് അവരുടെ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത്. കാരണം അവർ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യുക, ഫേസ്ബുക്ക്, വാട്സപ്പ്, അവരുടെ ലാസ്റ്റ് സീൻ വെച്ചെന്ന് നോക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആണെങ്കിലും വേറൊരാളുടെ നമ്പറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇത് നോക്കുക, ഇൻസ്റ്റ എല്ലാം നിങ്ങൾക്ക് അവരുടെ ഒരു അപ്ഡേറ്റ് അറിയണം. അവർ വന്നോ പോയോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ഉണ്ടോ, സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടോ, അതൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്കൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആശ്വാസമായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു അനക്കം എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കിയാൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ആശ്വാസമായിരിക്കും. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് മേ ബി ഫസ്റ്റ് നോക്കുന്നത് പോലും അതായിരിക്കും. അതേപോലെ അവരും നിങ്ങളെ തിരിച്ചും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെയും അവരുടെയും പരസ്പരം സ്റ്റോറീസും അല്ലെങ്കിൽ സ്റ്റാറ്റസുകളോ, ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് പോലും കണ്ടാൽ മതി. വേറൊരു നമ്പറിൽ നിന്ന് പോയി നിങ്ങളെ ലാസ്റ്റ് സീൻ, ഇത്ര മണിക്ക് ലാസ്റ്റ് സീൻ വന്നിട്ടുണ്ട്, അതെങ്കിലും കണ്ടാൽ നിങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും. ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ മേ ബി സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ കാര്യം മാത്രമാണ് ഫുൾ ടൈം 24/7 അവരുടെ കാര്യം മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓടിപ്പോകുന്നത്. ഒരു TV കാണുകയാണെങ്കിലും, എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുകയാണെങ്കിലും, അവരെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും, എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ അതായത് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനാണ് കാണുന്നത്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളൊരു ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട് ഇതിൽ. അവർ എങ്ങനെയെങ്കിലുമൊക്കെ വരണം, അല്ലെങ്കിൽ അവർക്കും ഏകദേശം അതേ സിറ്റുവേഷനാണ്. അവരിപ്പോൾ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ഒട്ടും
ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. വളരെ ദുഃഖമായിട്ടാണ് ഇരിക്കുന്നൊരു ഫേസിലാണ് കാണുന്നത്.